ഹലോ ഫ്രണ്ട്സ്, പബ്ലിക് ഇൻ്റർനാഷണൽ ലോയിലെ 5 ഫ്രീഡംസ് ഓഫ് എയർ ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഒരു സ്റ്റേറ്റിന് അവരുടെ സൊവേണിറ്റി എക്സർസൈസ് ചെയ്യാൻ വേണ്ടി കഴിയുന്നത് ലാൻഡിൽ മാത്രമല്ല, പക്ഷേ എവിടെയും കൂടെ പറ്റുന്നുണ്ട്, എയർ സ്പേസിലും പറ്റുന്നുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറേ തിയറീസ് വരുന്നുണ്ട്. അതിൽ ഒരു വ്യൂ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സ്റ്റേറ്റിന് അവരുടെ കൺട്രോൾ ലാൻഡിൽ മാത്രമല്ല അപ് ടു ആൻ അൺലിമിറ്റഡ് ഹൈറ്റിലേക്ക്, എന്താണ് ലിമിറ്റിലല്ല, ഒരു അൺലിമിറ്റഡ് ഹൈറ്റിലേക്ക് അവരുടെ സൊവേണിറ്റി എക്സർസൈസ് ചെയ്യാൻ വേണ്ടി കഴിയും എന്നാണ്, അല്ലെങ്കിൽ അവരുടെ കൺട്രോള് കൊണ്ടുവരാൻ കഴിയും എന്നാണ് ഒരു തിയറിയിൽ പറയുന്നത്. ഇറ്റ് ഈസ് എൻറ്റൈറ്റിൽഡ് ടു എക്സർസൈസ് കംപ്ലീറ്റ് കൺട്രോൾ ഓവർ ഇറ്റ്. അപ്പോൾ എന്താണ്, ആ ഒരു സ്പേസിലേക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കൺട്രോൾ ഉണ്ടായിരിക്കും. ആൻഡ് മേ നോട്ട് പെർമിറ്റ് ദ എൻട്രി ഓഫ് എയർക്രാഫ്റ്റ് ഓഫ് അതർ സ്റ്റേറ്റ് ഇൻ ദിസ് ഏരിയ. ഈ പറഞ്ഞ ഏരിയയിലേക്ക്, ഈ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ് അക്വയർ ചെയ്തിരിക്കുന്ന ആ അൺലിമിറ്റഡ് ഹൈറ്റിലേക്ക് മറ്റൊരു എയർക്രാഫ്റ്റിന്, മറ്റൊരു സ്റ്റേറ്റിൻ്റെ എയർക്രാഫ്റ്റിന് എൻട്രി ചെയ്യാനുള്ള പെർമിറ്റ് പോലും ഉണ്ടായിരിക്കത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സ്റ്റേറ്റ് ഒരു അൺലിമിറ്റഡ് ഹൈറ്റ് അവർ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അവിടേക്ക് മറ്റുള്ള ഒരു സ്റ്റേറ്റിൻ്റെ എയർക്രാഫ്റ്റിനും എൻ്റർ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. മറ്റൊരു വ്യൂ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈച്ച് സ്റ്റേറ്റ് എക്സർസൈസസ് കൺട്രോൾ ഓവർ ദ ലോവർ സ്ട്രാറ്റ ഓഫ് ദ എയർ സ്പേസ്. എയർ സ്പേസിൻ്റെ ലോവർ സ്ട്രാറ്റയിൽ ഓരോ സ്റ്റേറ്റിനും അവരുടെ കൺട്രോൾ എക്സർസൈസ് ചെയ്യാൻ വേണ്ടി കഴിയും. ആൻഡ് ഇറ്റ് സൊവേണിറ്റി ഇൻ ലിമിറ്റഡ് ഒൺലി ടു ദാറ്റ് എക്സ്റ്റെൻറ്റ്. ആ ഒരു എക്സ്റ്റെൻറ്റിലേക്ക് മാത്രമേ ഓരോ സ്റ്റേറ്റിനും കാണത്തുള്ളൂ. അപ്പം ഇന്ത്യക്ക് ഇത്ര ഹൈറ്റിൽ ഉള്ള എയർ സ്പേസിലായിരിക്കും കൺട്രോൾ. അപ്പോൾ അവിടെ അവർക്ക് മറ്റുള്ളവർക്ക് എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അതിന് പുറകിലോട്ട്, അതിനും ഹൈറ്റിൽ ഉള്ള ഒരിത് കാണും, അതെല്ലാവർക്കും ഉപയോഗിക്കാൻ വേണ്ടി കഴിയും എന്നുള്ള ഇതാണ് രണ്ടാമത്തെ തിയറിയിൽ പറയുന്നത്. അപ്പോൾ മനസ്സിലായാൽ, ആദ്യത്തെ തിയറി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ഹൈറ്റാണ്. രണ്ടാമത്തേന്ന് പറയുന്നത് ഓരോ സ്റ്റേറ്റിനും സോവേണിറ്റി ഒരു ലിമിറ്റഡ് എക്സ്റ്റെൻറ്റിലേക്കേ കാണത്തുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? Because of this conflict of view, some international conventions were conveyed and definite rules of international law has been evolved. ഇങ്ങനൊരു കോൺഫ്ലിക്റ്റ് വന്നത് കാരണം ഒരു കൺവെൻഷൻ കൺവേ ചെയ്യുകയും അവിടെ ഒരു ഇൻ്റർനാഷണൽ ലോയിൽ ഈ എയർ സ്പേസുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ളൊരു റൂള് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതൊക്കെ കൺവെൻഷനാണ്? പാരീസ് കൺവെൻഷൻ ഓഫ് ഏരിയൽ നാവിഗേഷൻ 1919, രണ്ടാമത്തേത് വാർസോ കൺവെൻഷൻ 1929, മൂന്നാമത്തേത് ചിക്കാഗോ കൺവെൻഷൻ ഓൺ ഇൻ്റർനാഷണൽ സിവിൽ ഏവിയേഷൻ 1947. അപ്പോൾ ഈ പാരീസ് കൺവെൻഷനിൽ പറയുന്നത് എന്താണ്? ഈച്ച് സ്റ്റേറ്റ് എക്സർസൈസസ് കംപ്ലീറ്റ് സോവേണിറ്റി ഓവർ ദ എയർ സ്പേസ്. ഓരോ സ്റ്റേറ്റിനും എന്തുകൊണ്ട്? എയർ സ്പേസിൽ കംപ്ലീറ്റ് സോവേണിറ്റി ഉണ്ട്. ദിസ് കൺവെൻഷൻ റെക്കഗ്നൈസ്ഡ് ഫ്രീഡം ഓഫ് ഇന്നസെൻറ്റ് പാസേജ് ഓഫ് എയർക്രാഫ്റ്റ് ഓഫ് എ സ്റ്റേറ്റ് ഓവർ അനദർ സ്റ്റേറ്റ്സ് എയർ സ്പേസ് ഡ്യൂറിങ് പീസ്. ഒരു സ്റ്റേറ്റ് പീസിലിരിക്കുന്ന സമയത്ത് മറ്റൊരു സ്റ്റേറ്റിൻ്റെ എയർക്രാഫ്റ്റിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഈ സ്റ്റേറ്റിലേക്ക് എൻട്ർ ചെയ്യാൻ വേണ്ടി കഴിയും. അവർക്കതിനുള്ളൊരു ഫ്രീഡം ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അത് ഈ കൺവെൻഷൻ വഴിയാണ് റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പീസിലിരിക്കുന്ന സമയത്ത് ഒരു സ്റ്റേറ്റിൻ്റെ എയർ സ്പേസിലേക്ക് മറ്റൊരു സ്റ്റേറ്റിൻ്റെ എയർക്രാഫ്റ്റിന് എന്തുണ്ട്? എൻട്ർ ചെയ്യാനുള്ള പെർമിറ്റ് ഉണ്ട്. രണ്ടാമത്തേത് ചിക്കാഗോ കൺവെൻഷൻ്റെ കാര്യമാണ് പറയുന്നത്. ചിക്കാഗോ കൺവെൻഷൻ 1944 ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കൺവെൻഷൻ റിഗാർഡിംഗ് ഏരിയൽ നാവിഗേഷൻ. ഏരിയൽ നാവിഗേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കൺവെൻഷനാണ് ചിക്കാഗോ കൺവെൻഷൻ. ദിസ് കൺവെൻഷൻ റെക്കഗ്നൈസ്ഡ് ദ ഫോളോയിങ് പ്രിൻസിപ്പിൾസ്. ഈ കൺവെൻഷൻ വഴി കുറച്ച് പ്രിൻസിപ്പിൾസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഒന്ന് എന്താണ്? എവരി സ്റ്റേറ്റ് ഹാസ് കംപ്ലീറ്റ് ആൻഡ് എക്സ്ക്ലൂസീവ് സോവേണിറ്റി ഓവർ ദ എയർ സ്പേസ് എബോ ഇറ്റ്സ് ടെറിട്ടറി. ആ ടെറിട്ടറിയുടെ എബോയിൽ എന്താണ്? എല്ലാ സ്റ്റേറ്റുകൾക്കും കംപ്ലീറ്റ് ആൻഡ് എക്സ്ക്ലൂസീവ് സോവേണിറ്റി ഉണ്ടെന്നാണ് പറയുന്നത് എയർ സ്പേസിൽ. ഓക്കെ, എയർ സ്പേസിൽ എന്തുണ്ട്? കംപ്ലീറ്റ് ആൻഡ് എക്സ്ക്ലൂസീവ് സോവേണിറ്റി ഉണ്ട്. രണ്ടാമത് പറയുന്നത് നോ സ്റ്റേറ്റ് എയർക്രാഫ്റ്റ് ഓഫ് എ സ്റ്റേറ്റ് ഷാൽ ഫ്ലൈ ഓവർ ദ ടെറിട്ടറി ഓഫ് അനദർ സ്റ്റേറ്റ് വിത്തൗട്ട് ഓതറൈസേഷൻ ഓഫ് സ്പെഷ്യൽ എഗ്രിമെൻറ്റ്. ഒരു സ്പെഷ്യൽ എഗ്രിമെൻറ്റിൻ്റെ ഓതറൈസേഷൻ ഇല്ലാതെ ഒരു സ്റ്റേറ്റിൻ്റെ എയർക്രാഫ്റ്റിന് മറ്റൊരു സ്റ്റേറ്റിൻ്റെ ടെറിട്ടറിയുടെ മുകളിൽ പറക്കാൻ വേണ്ടി കഴിയത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് കൺവെൻഷൻ ഡിക്ലെയർഡ് ദ ഫോളോയിങ് 5 ഫ്രീഡംസ് ഓഫ് ദ എയർ. എന്താണ്? എയറിലെ 5 ഫ്രീഡത്തിനെ പറ്റിയാണ് മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത്. സിമ്പിളായിട്ട് ഈ 5 ഫ്രീഡംസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് ഫ്രീഡം എന്ന് പറയുന്നത് റൈറ്റ് ടു ഫ്ലൈ ഓവർ അനദർ കൺട്രി. മറ്റൊരു രാജ്യത്തിന് മുകളിൽ പറക്കാൻ വേണ്ടി കഴിയും. 2, റൈറ്റ് ടു മേക്ക് എ ടെക്നിക്കൽ സ്റ്റോപ്പ്. ഒരു ടെക്നിക്കൽ സ്റ്റോപ്പ്
മറ്റൊരു സ്റ്റേറ്റിൽ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിയും. അല്ലെങ്കിൽ ഒരു ഫ്ലൈറ്റിന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ മറ്റൊരു ടെറിട്ടറിയിൽ ചെന്നിട്ട് അല്ലെങ്കിൽ മറ്റൊരു സ്റ്റേറ്റിൽ ചെന്നിട്ട് ലാൻഡ് ചെയ്യാൻ വേണ്ടി കഴിയും. ടെക്നിക്കൽ സ്റ്റോപ്പുകൾ വരുത്താൻ വേണ്ടി കഴിയും. പിന്നെ റൈറ്റ് ടു ക്യാരി പാസഞ്ചേഴ്സ് ഓർ കാർഗോ ഫ്രം വൺസ് ഓൺ കൺട്രി ടു അനദർ. ഒരു രാജ്യത്തെ പാസഞ്ചേഴ്സും കാർഗോയും ഒരു രാജ്യത്തിൽ നിന്നും മറ്റൊരു രാജ്യത്തേക്കും അതേപോലെ ആ രാജ്യത്ത് നിന്ന് തിരിച്ച് കൊണ്ടുവരാനുള്ള റൈറ്റ് ഉണ്ട്. പിന്നെ പറയുന്ന റൈറ്റ് ടു ക്യാരി പാസഞ്ചേഴ്സ് ഓർ കാർഗോ ബിറ്റ്വീൻ 2 ഫോറിൻ കൺട്രീസ്. 2 ഫോറിൻ കൺട്രീസ് തമ്മിൽ ഈ പാസഞ്ചേഴ്സിനെയും കാർഗോയെയും ക്യാരി ചെയ്യാനുള്ള ആ ഒരു റൈറ്റുമുണ്ട്. ഇതാണ് ഈ 5 ഫ്രീഡം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത് 5 ഫ്രീഡംസ് ഓഫ് എയറിൽ പറയുന്നത്. ചാനൽ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്